Good afternoon, Jasmine. Good afternoon, teacher. First page, Rijo, hospital administration, first page. ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? Yes, teacher. അതിന്റെ MCQ ആയിട്ട് ചെയ്തായിരുന്നോ ജാസ്മിൻ? ചെയ്തായിരുന്നു ടീച്ചർ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 46 സ്റ്റാർട്ട് ചെയ്യണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സ്ക്രീൻ വരട്ടെ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? Yes, teacher. അപ്പോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താണ്? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ജാസ്മിൻ, ഷാരോൺ, ഓക്കെ, അപ്പൊ ഷാര, ഓക്കെ 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 തുഷാര, നമ്മൾ പുതിയൊരു ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ MCQ ഒക്കെ ചെയ്തായിരുന്നോ തുഷാര? ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ചെയ്തില്ല? ഇല്ല, എന്ത് പറ്റിയത്? കുറച്ച് തിരക്കാണ്, കഴിഞ്ഞ ക്ലാസ് കേറിയിട്ടില്ലായിരുന്നു. അപ്പൊ റെക്കോർഡ് ക്ലാസ് കണ്ടായിരുന്നോ ക്വാളിറ്റി അഷുറൻസ് നാബിന്റെ? ഇല്ല, കാണണം. ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സ്ക്രീൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിന്റെ PDF കയ്യിലില്ലേ? ഇല്ല ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷാരോൺ ക്ലിയർ അല്ലേ? ഷാരോൺ ക്ലിയർ ആ മിസ്സേ. ഓക്കെ, അപ്പോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെയും അല്ലെങ്കിൽ സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള മാനേജ്മെന്റ് എന്താണ്? ഓവറോൾ മാനേജ്മെന്റ് ആൻഡ് കോർഡിനേഷൻ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, ഓവറോൾ മാനേജ്മെന്റ് ആൻഡ് കോർഡിനേഷനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എഫിഷ്യന്റും എഫക്റ്റീവുമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന നിരവധി ആക്ടിവിറ്റീസ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തിലുള്ള ടോട്ടൽ ഓവറോൾ മാനേജ്മെന്റും എന്താണ്? കോർഡിനേഷനുമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ അതിന്റെ എഫിഷ്യൻസും അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടും ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനായിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി ആക്ടിവിറ്റീസ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയോ? അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ നോൺ ആസ് എന്താണ്? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജേഴ്സ്. അതിന്റെ റോൾ എന്തൊക്കെയാണ്? അപ്പോൾ ഹോസ്പിറ്റൽ ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനപരവും സാമ്പത്തികപരവുമായ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ ആരുടെ? ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെയും വർക്കേഴ്സിന്റെയും അല്ലെങ്കിൽ പബ്ലിക്കിന്റെയും ആവശ്യങ്ങൾ ബാലൻസ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതിൽ ക്രൂഷ്യൽ റോൾ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന്റെയും അല്ലെങ്കിൽ പബ്ലിക്കിന്റെയും ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെയും എല്ലാ നീഡ്സും ബാലൻസ് ചെയ്യുന്നതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഒരു മെയിൻ റോൾ ഉണ്ട്, ഒരു ക്രൂഷ്യൽ റോൾ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് PDF ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം.
Administer originated from the Latin word administer. എന്താണ് administer എന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിനിൽ നിന്നും ഒറിജിൻ ചെയ്ത ഒരു വേർഡ് ആണ് അഡ്മിനിസ്റ്റർ. ഓക്കെ, വിച്ച് മീൻസ് എന്താണ് അഡ് പ്ലസ് മിനിസ്ട്രയർ. ഓക്കെ, ലാറ്റിൻ വേർഡ് എന്തായിരുന്നു അഡ്മിനിസ്ട്രയർ. ലാറ്റിൽ നിന്നും ഒറിജിൻ ചെയ്ത ഒരു വേർഡ് ആണ് അഡ്മിനിസ്റ്റർ. ലാറ്റിൻ വേർഡ് എങ്ങനെയാണ് അഡ്മിനിസ്ട്രയർ, വിച്ച് മീൻസ് ടു കെയർ ഫോർ. ഓക്കെ, കെയർ ഫോർ പരിപാലിക്കാൻ വേണ്ടി. ഓക്കെ, അതില് ഹെർബർട്ട് എസ് സൈമൺ. ഹെർബർട്ട് എസ് സൈമൺ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എങ്ങനെയാണ്? അഡ്മിനിസ്ട്രേഷൻ is the activities of groups cooperating to fulfill common goals. എന്താണ് ഹെർബർട്ട് എസ് സൈമൺ പറയുന്നത്? ഹെർബർട്ട് എന്താ പറയുന്നത്? Administration is the activities of groups cooperating to fulfill common goals. Common goals ഫുൾഫിൽ ചെയ്യാനായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന സഹകരിക്കുന്ന ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. അതായത് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, അത് നിറവേറ്റുന്നതിനായിട്ട് സഹകരിക്കുന്ന കോപ്പറേറ്റ് ചെയ്യുന്ന കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ്സുകളുടെ പ്രവർത്തനത്തെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ആരുടെ ഡിഫൈൻ ആണ്? ഡെഫിനിഷൻ ആണ്, ഹെർബർട്ടിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സഹകരിക്കുന്ന കോപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ഹെർബർട്ട് എസ് സൈമൺ. അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? എന്താണ് ഹെർബർട്ട് എസ് സൈമൺ എന്താ പറയുന്നത്? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? Administration is the activities of groups cooperating to fulfill common goals. അതായത് കോമൺ ഗോൾസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Then administration has to do. ലൂതർ ഗള്ളിക്. ഓക്കെ, നെക്സ്റ്റ് ആണ് ലൂതർ ഗള്ളിക്കിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. Administration has to do getting things done with the fulfillment of objectives already defined. അതായത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സിന്റെ പൂർത്തീകരണം ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ലൂതർ ഗള്ളിക്ക് എന്താ പറയുന്നത്? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ് ഒബ്ജക്റ്റീവ്സിന്റെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ ഫുൾഫിൽമെന്റ് നടത്തേണ്ടതും ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആയോ? അതാരാണ്? ലൂതർ ഗള്ളിക്കിന്റെ ഡെഫിനിഷൻ ആണ്. ഹെർബർട്ടിന്റെയും ലൂതറിന്റെയും ഡെഫിനിഷൻ ക്ലിയർ ആയോ? അപ്പൊ ലൂതർ ഗള്ളിക്ക് എന്താ പറയുന്നത് തുഷാര? Administration has to getting things done with the fulfillment of objectives already defined. എന്താണത്? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ഒബ്ജക്റ്റീവ്സുകളുടെ ഫുൾഫിൽമെന്റ് അത് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, hospital administration is the governance of the hospital as a business. Administration is made up of many healthcare managers and executives who handle individual departments. They are in charge of all the administrative and management functions of the respective departments. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ഇസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബിസിനസ് എന്ന നിലയിൽ എങ്ങനെയാണ്? ഹോസ്പിറ്റലൈസിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റിനാണ് ഓക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഹു ഹാൻഡിൽ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഹോസ്പിറ്റൽസിന് നിരവധി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആ ഹോസ്പിറ്റലിൽ ഉള്ളത്? ഡിപ്പാർട്ട്മെന്റ്, പീഡിയാട്രിക്. ഓക്കെ, then ജാസ്മിൻ. ഹോസ്പിറ്റൽസില് ധാരാളം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഏതെങ്കിലും രണ്ടെണ്ണം എക്സാമ്പിൾ പറയാവോ? ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, തുഷാര. കാർഡിയാക്, ഗൈനക്കോളജി. ഓക്കെ, അപ്പോ ഈ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സില്
1 second. അപ്പൊ എന്താണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോ വ്യക്തിഗത ഇൻഡിവിജ്വൽ ആയിട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് നിരവധി ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ഉണ്ട്. ഇവരൊക്കെ ചേർന്നതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയി? അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എങ്ങനെയാണ് ധാരാളം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഹോസ്പിറ്റൽസിലും. ഈ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സിനെ വ്യക്തിഗത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ഉണ്ട്. ഇവര് ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ഇവരെല്ലാം ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. They are in charge of all the administrative and management functions of the respective departments. അപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഒക്കെ അതിന്റെയൊക്കെ ചാർജ് ആർക്കാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ഓരോ ഹെൽത്ത് കെയർ മാനേജേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും ആണ്. ക്ലിയർ ആയോ? ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ക്ലിയർ ആയോ? അഡ്മിനിസ്ട്രേഷനിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹെൽത്ത് കെയർ മാനേജേഴ്സും ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും കൂടി ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കാണ് ഓരോ വകുപ്പുകളുടെയും അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളുടെ ചുമതലയും ഇവർക്ക് തന്നെയാണ്. ക്ലിയർ ആയോ ഇത്? Yes, teacher. The duties of the administrator differ with the size and the complexity of the hospitals. Administrators are contact between hospital boards, other administrators, and medical staff. They organize hospital activities and prepare its overall policies. Some administrators are in charge of hiring doctors and other staff, carrying out employees' evaluations and directing staff meetings. Okay. They may also be accountable for the hospital's public relations and fundraising programs. Since administrators develop programs for teaching and research hospitals, they have to keep up with the latest advances in medicines. Which responsibilities administrator duties എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആശുപത്രിയുടെ സൈസും അതിന്റെ കോംപ്ലക്സിറ്റിയുടെ ഒക്കെ ബേസിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താണ്? അവർക്ക് ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡിഫറെന്റ് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽസിന്റെ വലിപ്പവും അതിന്റെ സൈസും കോംപ്ലക്സിറ്റീസും അനുസരിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റീസും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഉത്തരവാദിത്തം ഒരേപോലെ ആയിരിക്കില്ല, വ്യത്യസ്തമാണ്. അതിന്റെ ഹോസ്പിറ്റൽസിന്റെ സൈസും കോംപ്ലക്സിറ്റിയുടെ ഒക്കെ ബേസിൽ ഇത് ഡിഫറെന്റ് ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽസിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? കോർഡിനേറ്റ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ആണ് ഹോസ്പിറ്റൽസിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്? ചില അഡ്മിനിസ്ട്രേറ്ററിന് എന്തിനുള്ള പവർ ഉണ്ട്? ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും നിയമിക്കാനുള്ള പവർ ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽസിലുള്ള മൊത്തത്തിലുള്ള മാനേജ്മെന്റ് എല്ലാ പെർഫോമൻസും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താ പറയുന്നത്? ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും നിയമിക്കാനുള്ള, സ്റ്റാഫിനെയും ഡോക്ടേഴ്സിനെയും നിയമിക്കാനുള്ള ഓക്കെ ഒരു ഉത്തരവാദിത്വവും ഓക്കെ ഇവർക്കുണ്ട്. പിന്നെന്താണ്? സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽസിൽ സ്റ്റാഫ് പ്രവർത്തിക്കുന്നത്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? സ്റ്റാഫിന്റെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത്, മീറ്റിങ്ങുകൾ നയിക്കുന്നതും അവ ചെയ്യുന്നതും ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞത്? സ്റ്റാഫ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ? ജാസ്മിൻ, എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ്? ജാസ്മിൻ, ഷാരോൺ, തുഷാര, എനിവൺ?
hiring doctors and other staff, carrying out employee evaluation, and directing staff meetings. ഓക്കെ. ഹോസ്പിറ്റൽസിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും നിയമിക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്വമുണ്ട്. പിന്നെന്താണ്, സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താ പറഞ്ഞത്, സ്റ്റാഫ് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതും ഇവരാണ്. ഓക്കെ. പിന്നെന്താ പറയുന്നത്, പിന്നെന്താണ്, ഹോസ്പിറ്റലിന് വേണ്ടി ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസിന്റെയും അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസിന്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റിയും ഇവർക്കാണ്. അതുകൂടാതെ ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസും പബ്ലിക് റിലേഷൻസും ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഈ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ. പിന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവർക്കായിട്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ടീച്ചിങ് ആൻഡ് റിസർച്ച് റിലേറ്റ് ചെയ്ത ഹോസ്പിറ്റലുകൾക്കായിട്ട് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താണ്, ആ മേഖലയിൽ വരുന്നത് നമുക്കറിയാം, ഡെയിലി ന്യൂ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മുന്നേറ്റങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പലതരം മാറ്റങ്ങൾ ഡെയിലി ഈ ഹോസ്പിറ്റൽ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങളും കൊണ്ടുവരേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായോ? അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയോ? എന്തൊക്കെയായിരുന്നു ഡ്യൂട്ടീസ്? ഷാരോൺ, എന്തൊക്കെയായിരുന്നു അവരുടെ ഡ്യൂട്ടീസ്? മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആണ്. സ്റ്റാഫ് ഡോക്ടേഴ്സിനെ ഒക്കെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഫണ്ട് ഇവാലുവേറ്റ് ഒക്കെ ചെയ്യുന്നു. ഫണ്ട് റേസ് ചെയ്യുന്നത്. ഓക്കെ. ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ്. ഓക്കെ. പിന്നെന്താണ്, ടീച്ചിങ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് എന്താണ് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് അതും ഡെവലപ്പ് ചെയ്യേണ്ടത് ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. ആ മേഖലയിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ നിലനിർത്തേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ എന്താണ്, നെക്സ്റ്റ് എന്താണ്, ലാർജ് hospitals maintain several administrators and assistant administrators managing different departments when one administrator is in charge overall. അപ്പോൾ ലാർജ് ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ്, ഡിഫറെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ. ഇപ്പൊ ലാർജ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. അതിനെന്താണ്, ഇവരെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർക്ക് മീതെ ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടി ഉണ്ടായിരിക്കും. ഇൻചാർജ് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഇൻ സ്മോളർ ഹോസ്പിറ്റലിലാണെങ്കിലോ, ഇപ്പൊ ലാർജർ ഹോസ്പിറ്റലിലാണെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഇവർക്ക് ഹെഡ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ്, ചിലപ്പോ ഒന്നോ രണ്ടോ, ചിലപ്പോ ഒരു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. In smaller hospitals, but one administrator may be in charge of number of departments. അപ്പോൾ different departmentsനെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഓക്കെ. ലാർജ് ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ്, ലാർജ് ഹോസ്പിറ്റൽസിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്പെസിഫിക് ഓരോ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഓക്കെ. പക്ഷെ സ്മോൾ ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ് ഷാരോൺ, എല്ലാ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. മനസ്സിലായോ? വ്യത്യാസം എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി മിസ്. Okay, one administrator may be in charge of a number of departments or even the entire hospital in case. ചിലപ്പോ ഡിപ്പാർട്ട്മെന്റ്സിലെ മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽസിലെ മൊത്തത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ഒരാളായിരിക്കും ചിലപ്പോ സ്മോളർ ഹോസ്പിറ്റലിനെ. ഓക്കെ.
For example, the administrator may assess the budget for these departments and give final approval to hiring recommendations. Okay, അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടും അതിന്റെ ഫൈനൽ അസസ്മെന്റ് അപ്രൂവൽ ഹയറിങ്ങിന് അപ്രൂവൽ കൊടുക്കാനൊക്കെ റെക്കമെൻഡേഷൻ കൊടുക്കാനൊക്കെ അഡ്മിനിസ്ട്രേറ്റർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അതെല്ലാം ചെയ്യുന്നത് ആരായിരിക്കും? ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്, അതിന്റെ ചാർജ് ഉള്ളത് ചിലപ്പോൾ വൺ അഡ്മിനിസ്ട്രേറ്ററിനാണ്. ക്ലിയർ ആയോ അത്? അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർ വിവിധ വകുപ്പുകളെ മാനേജ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ബഡ്ജറ്റുകൾ വിലയിരുത്തുകയും നിയമന ശുപാർശകൾ അതിനുവേണ്ടി ഫൈനൽ റെക്കമെൻഡേഷൻ നൽകുന്നതൊക്കെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ ആയിരിക്കും. നമ്മുടെ ലാർജ് ഹോസ്പിറ്റൽസിലെ പോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇല്ല. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയായിരുന്നു ഇതിൽ പറഞ്ഞത്? ഇത് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്? എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് ഈ വേർഡ്? ലാറ്റിൻ. ലാറ്റിൻ വേർഡ് ഏതായിരുന്നു? ലാറ്റിൻ വേർഡ് ഏതായിരുന്നു? Administrator. Okay, which means to care for or look after people, to manage. Okay, അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആരുടെ ആയിരുന്നു ഡെഫിനിഷൻ? ഹെർബർട്ട് എ സൈമൺ. ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? Administration is the activities of groups cooperating to fulfill common goals. എന്താ പറയുന്നത് അതില്? ഹെർബർട്ട് എ സൈമൺ എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റിയാണ്. കോമൺ ഗോൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റിയാണ്. ഓക്കെ, കോമൺ ഗോൾസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു കോപ്പറേറ്റീവ് എന്താണ് സഹകരിക്കുന്ന ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെയാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റിയെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് ഹെർബർട്ട് എ സൈമന്റെ ഡെഫിനിഷൻ ആയിരുന്നു. ഓക്കെ, ഹെർബർട്ട് എ സൈമൺ. ഓക്കെ, പിന്നെ ആരായിരുന്നു? ലൂതർ ഗള്ളിക്. ഓക്കെ, ലൂതർ ഗള്ളിക്കിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? പേരുകൾ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഹെർബർട്ട് എ സൈമണും ലൂതർ ഗള്ളിക്. അപ്പൊ ലൂതറിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? Administration has to do getting things done with the fulfillment of objective already defined. എന്താണ് ലൂതർ പറയുന്നത്? എന്താണ്? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ ഒബ്ജക്റ്റീവ്സിന്റെ ഫുൾഫിൽമെന്റ് അത് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ട് ഡെഫിനിഷൻസ് ക്ലിയർ ആയോ? ആരൊക്കെയാണ്? ഹെർബർട്ട് എ സൈമണും ലൂതർ ഗള്ളിക്കും. ഡെഫിനിഷൻസ് തമ്മിൽ മാറിപ്പോകരുത്, പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, പിന്നെ എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ആയിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഓവറോൾ മാനേജ്മെന്റ് ആൻഡ് കോർഡിനേഷനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഓവറോൾ മാനേജ്മെന്റ് ആൻഡ് കോർഡിനേഷൻ, ഇതായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ്. പിന്നെ എങ്ങനെയാണ് ഹോസ്പിറ്റൽസിൽ? പിന്നെ എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ? എങ്ങനെയാണ്? മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് മാനേജ്മെന്റ് ഒക്കെ അതൊക്കെ ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഓരോ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റും മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഓക്കെ, അത് ഓരോ വകുപ്പുകളും റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഓരോ വകുപ്പുകൾ അവരുടെ വകുപ്പുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റും അല്ലെങ്കിൽ ഫംഗ്ഷൻസും അതിന്റെ പ്രവർത്തനങ്ങളുടെ ചുമതലയൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു അവരുടെ? കുറച്ച് ഡ്യൂട്ടീസ് പഠിച്ചു നമ്മൾ. എന്തൊക്കെയായിരുന്നു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു തുഷാര?
ജാസ്മിൻ കണ്ടിന്യൂ. ജാസ്മിൻ, എന്തൊക്കെയായിരുന്നു അവരുടെ റെസ്പോൺസിബിലിറ്റീസ്? എന്തൊക്കെയായിരുന്നു? They organize hospital activities. ഓക്കെ, ഹോസ്പിറ്റൽ ആക്ടിവിറ്റി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? In charge of hiring doctors and other staff. ബിഫോർ ദാറ്റ്, ഓക്കെ, അതിനു മുമ്പ് നമ്മളുടെ ഡിഫറെന്റ് ആണ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് ഓരോ എന്താണ് സൈസ് അനുസരിച്ച്, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റി, ഹോസ്പിറ്റലിന്റെ സൈസും നമ്മൾ നേരത്തെ പറഞ്ഞു, ലാർജ് ഹോസ്പിറ്റലും സ്മോൾ ഹോസ്പിറ്റൽസിലെയും വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റിയും എന്താണ് വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ സെയിം റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല. ഹോസ്പിറ്റൽസിന്റെ സൈസും അതിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റിയും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു റെസ്പോൺസിബിലിറ്റീസ്? എന്തൊക്കെയായിരുന്നു ജാസ്മിൻ? Differ from the size and complexity of the hospital. They contact between hospital boards, other administrators, and medical staff. They are also in charge of hiring doctors and other staff. ഹോസ്പിറ്റൽ ബോർഡ്, മെഡിക്കൽ സ്റ്റാഫും അവർക്കിടയിലുള്ള ഒരു കോണ്ടാക്ട് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, പിന്നെന്തായിരുന്നു പഠിച്ചത്? ഹയറിംഗ് ഡോക്ടേഴ്സ്. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ ഹയർ ചെയ്യാറുണ്ട്, നിയമിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് പിന്നെന്തായിരുന്നു? And employee evaluations. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽസിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ ഹോസ്പിറ്റൽ ബോർഡിനും സ്റ്റാഫിനും ഇടയിലുള്ള ഒരു കോണ്ടാക്ട്, ഒരു ലിങ്ക് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്താണ്? സ്റ്റാഫിനെ ഹയർ ചെയ്യുക, സ്റ്റാഫിനെ നിയമിക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്തായിരുന്നു? സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റാഫിന്റെ പെർഫോമൻസ്. ഓക്കെ, അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഹോസ്പിറ്റൽസിൽ? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നന്നായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഇതൊക്കെ സ്റ്റാഫിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെന്തായിരുന്നു പറഞ്ഞത്? പിന്നെന്തായിരുന്നു അവരുടെ ഡ്യൂട്ടീസ്? ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസ് നടത്തുന്നത്. ഓക്കെ, പബ്ലിക് റിലേഷൻസിന്റെയും ഇതിനോട് ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസിന്റെയും റെസ്പോൺസിബിലിറ്റി ആർക്കായിരുന്നു? ഈ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? പിന്നെന്താണ്? ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽസ് ഉണ്ട്, അവർക്ക് വേണ്ടി പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അവർക്ക് വേണ്ടി പ്രോഗ്രാംസ്, ഓരോ ടെക്നോളജീസും ഡെയിലി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് ഓരോ മാറ്റങ്ങളും ഇത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അത് കൊണ്ടുവരേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ ലാർജ് ഹോസ്പിറ്റൽ, സ്മോൾ ഹോസ്പിറ്റൽസിന്റെയും വ്യത്യാസം പഠിച്ചു, ഡിഫറൻസ് പഠിച്ചു. അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ലാർജ് ഹോസ്പിറ്റൽസിൽ എങ്ങനെയാണ്? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനും എങ്ങനെയാണ്? ഒരാളാണ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്? അല്ല, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കാം, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ഇവരെല്ലാം കൺട്രോൾ, ഇവർക്കെല്ലാം ഹെഡ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഇവരെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർക്കെല്ലാം ഹെഡ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സ്മോൾ ഹോസ്പിറ്റൽസിൽ എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽസ് സ്മോൾ ഹോസ്പിറ്റൽസിലും അഗെയിൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ റൺ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് എത്ര അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം? ചിലപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അയാളായിരിക്കും അവിടുത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ചിലപ്പോ ഹോസ്പിറ്റൽസിന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ല ഹോസ്പിറ്റൽസിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ഹോസ്പിറ്റൽസിന് ആകെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയോ? ബഡ്ജറ്റ് വിലയിരുത്തുക, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. എവിടെ? സ്മോൾ ഹോസ്പിറ്റൽസിൽ. ക്ലിയർ ആയോ അത്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻസ്. അഡ്മിനിസ്ട്രേഷനിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതിനൊരു കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ്കോബ്. ഓക്കെ, പോസ്റ്റ്കോബ്, POSTCORB, പോസ്റ്റ്കോബ്. ഓക്കെ, ക്ലിയർ ആയോ?
റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ് എലിമെന്റ്സ്? ഏതൊക്കെയാണ്? പി എന്താണ്? P4 എന്താണ്? പ്ലാനിങ്. പോസ്റ്റ് കർബിലെ പി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പ്ലാനിങ്ങിനെയാണ്. ഓക്കെ, പ്ലാനിങ്. ഓ എന്താണ്? ഓർഗനൈസിങ്. ഓർഗനൈസിങ്. പി ഫോർ പ്ലാനിങ് ആണ്. ഓ ഓർഗനൈസിങ്. ദെൻ എസ് എന്താണ്? എസ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ്. ഡി ഡയറക്റ്റിംഗ്. ഓക്കെ, ഡി ഡയറക്റ്റിംഗ്. ആൻഡ് സി കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റിംഗ്. ഓക്കെ, ആർ റിപ്പോർട്ടിംഗ്. ഓക്കെ, ദെൻ ബി എന്താണ്? ഫൈനൽ വൺ ബി ബഡ്ജറ്റിംഗ്. അപ്പൊ ഏതൊക്കെയാണ് എലമെന്റ്സ്? ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷനിലെ എലമെന്റ്സ്? ഏതൊക്കെയാണ്? ആ ഒരു കോഡ് എന്താണ്? ഫോർസ്കോപ്പ്. ഓക്കെ, ഫോർസ്കോപ്പ്. ഓക്കെ, അതെന്താണ് സൂചിപ്പിക്കുന്നത്? പി എന്താണ്? പ്ലാനിങ്. ദെൻ ഓ പ്ലാനിങ്, ഓർഗനൈസിങ്. ദെൻ സ്റ്റാഫിംഗ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്. എന്തായിരുന്നു? കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റിംഗ്. ഓക്കെ, ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്ലാനിംഗ് നോക്കാം. എന്താണ് പ്ലാനിംഗ്? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? പ്ലാനിംഗ് ആണ്. ഓക്കെ, എന്താണ് പ്ലാനിംഗ്? പ്ലാനിംഗ് is the process of thinking about the activities needed to gain a desired goal. It is the first and foremost activity to attain desired result. എന്താണ് പറയുന്നത്? ഫസ്റ്റ് നമ്മളൊരു ഡിസൈഡ് റിസൾട്ട്, നമുക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് ആണ്. ഓക്കെ, നമുക്കൊരു ആഗ്രഹിച്ച ഡിസൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടുന്നതിന്, ആ ഡിസൈഡ് ഗോൾ ഗെയിൻ ചെയ്യുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്ലാനിങ്. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ എടുത്തു ചാടി ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് അതിനു മുമ്പ് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അതിനെ കുറിച്ച്, അല്ലേ? Before starting something we should have a plan. Okay, we should have a plan. ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അതിനെ കുറിച്ച്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷനിലെ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് പ്ലാനിങ്. ക്ലിയർ ആയോ? എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബ്രോഡ് ഔട്ട്ലൈൻ ഉണ്ടായിരിക്കണം. എന്തിനെ പറ്റിയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബ്രോഡ് ഔട്ട്ലൈൻ, അതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിന് ഏത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത്, അത് എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? പ്ലാനിങ് എന്താണെന്ന് ക്ലിയർ ആയോ? അതായത് ആ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അതിനെക്കുറിച്ച് നല്ലപോലെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്ലാനിങ് ക്ലിയർ ആണോ? എന്താണ് പ്ലാനിങ് തുഷാര? എന്താണ് പ്ലാനിങ്? It's the process of thinking about the activities needed to gain a desired goal. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത്തേ അതിനു മുമ്പേ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഓർഗനൈസിങ്. Organizing consists of coordinating and allocating a firm's resources in order to execute its plans. It consists of developing a structure for people, positions, department, activities within the firm. എന്താണ് പറയുന്നത്? ഓർഗനൈസിങ് എന്താണ്? ആ ചെയ്യുന്ന വർക്കിനെ സ്ട്രക്ചർ ആക്കുക. ഓക്കെ, ഒരു സ്ട്രക്ചർ, ചെയ്യുന്ന വർക്കിനെ കുറിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, അതാണ് ഓർഗനൈസിങ്. ഓർഗനൈസേഷന്റെ ഓർഗനൈസിങ് നടപ്പിലാക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഹോസ്പിറ്റൽസിന്റെ പ്ലാൻ നടപ്പിലാക്കുന്നതിനായിട്ട് അതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ, റിസോഴ്സസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആ ചെയ്യേണ്ട വർക്കിനെ കുറിച്ച് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ആളുകൾ, ഇൻഡിവിജ്വൽ പീപ്പിൾസ്, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ്, അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ്, അവരുടെ വകുപ്പുകൾ എന്നിവയ്ക്ക് ആയിട്ട് അതിനെക്കുറിച്ച് ഒരു സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓർഗനൈസിൽ പെടുന്നത്. ഓർഗനൈസിംഗിൽ അതായത് ഓർഗനൈസേഷന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട്, നടപ്പിലാക്കുന്നതിനായിട്ട് നമ്മൾ ആവശ്യമായ റിസോഴ്സസും എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം.
ഓക്കെ, ക്ലിയർ ആയോ ഓർഗനൈസിങ്? പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. നെക്സ്റ്റ് ഏതാണ്? അപ്പൊ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ ഫസ്റ്റ് വൺ എന്തായിരുന്നു? പ്ലാനിങ്. ഓക്കെ, വ്യക്തമായ ഒരു പ്ലാൻ, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ, നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്? ചെയ്യുന്ന വർക്കിനെ കുറിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം നമുക്ക്, അല്ലേ? ഓക്കെ, സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ റിസോഴ്സസ് അതിന് വേണം. ഓക്കെ, ഇതിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വൺ എന്തായിരുന്നു? സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് is the process of finding the right work with apt qualifications or experience and recruiting them to fill a job or job position or role. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് സ്റ്റാഫിംഗ്? എംപ്ലോയീസിനെ നിയമിക്കുന്നു. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല്? ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യുക, ഓക്കെ, ഒരാളെ റിക്രൂട്ട് ചെയ്യുക, ഒരാളെ ഹയർ ചെയ്യുക പൊസിഷനിലേക്ക്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് ആപ്റ്റ് ആയിട്ടുള്ള, ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു റൈറ്റ് വർക്കറിനെ ഒരു സ്റ്റാഫിനെ ആയിരിക്കണം നിയമിക്കേണ്ടത്, അല്ലേ? അയാൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, പിന്നെന്താണ്, റൈറ്റ് വർക്കർ ആയിരിക്കണം. ആപ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു വർക്കറിനെ ആയിരിക്കണം നമ്മൾ, വർക്കേഴ്സിനെ ആയിരിക്കണം, സ്റ്റാഫിനെ ആയിരിക്കണം നമ്മൾ ഈ വേക്കൻസിലോട്ട്, ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സ്റ്റാഫിനെ ആയിരിക്കണം നമ്മുടെ പൊസിഷനിലോട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത് സ്റ്റാഫിംഗ് എന്താണെന്ന് ക്ലിയർ ആയോ? സ്റ്റാഫിംഗ് is the process of finding the right worker with apt qualifications or experience. എക്സ്പീരിയൻസ് ഉള്ള, ആപ്റ്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു റൈറ്റ് വർക്കറിനെ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് എന്താണ്? ഡയറക്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര എലമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു? ഏതൊക്കെയായിരുന്നു ആ എലമെന്റ്സ്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്. ഓക്കെ, ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എത്ര എണ്ണമാണ് ആകെ ഉള്ളത്? ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു അത്? ഓക്കെ, അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? 8. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡയറക്റ്റിംഗ്. പറഞ്ഞോട്ടെ ഡയറക്റ്റിംഗ് എന്താണെന്ന്? ഡയറക്റ്റിംഗ് is a process in which the managers direct, guide and oversees the performance of the workers to attain goals already determined. Directing should be the heart of the management process. Management processലെ ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് അതിൽ പറയുന്നത്? പ്ലാൻ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതായത് നമ്മൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള, ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഈ ഗോൾസുകൾ, ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മാനേജർമാർ എന്ത് ചെയ്യണം? വർക്കേഴ്സിന്റെ പെർഫോമൻസിന്റെ മേൽനോട്ടം വഹിക്കണം. ഓക്കെ, വർക്കേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം? മേൽനോട്ടം വഹിക്കണം. പിന്നെന്താണ്? അത് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് ഈ മാനേജ്മെന്റ് പ്രോസസ്സിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഡയറക്റ്റിംഗ്. And oversees the performance of the workers to attain goals already determined. Already determine ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ് അറ്റൈൻ ചെയ്യുന്നതിന് ഈ മാനേജേഴ്സ് എന്താണ്? ഈ പെർഫോമൻസ്, വർക്കേഴ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഡയറക്റ്റിംഗ് ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ എന്താണ്? കോർഡിനേറ്റിംഗ്. Coordination is the unification, integration, synchronization of the efforts of group members so as to give unity of action in the pursuit of common goals. എന്താണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്? കോർഡിനേറ്റ് ചെയ്യണം നമ്മൾ പറയില്ല. എന്താണ് കോർഡിനേറ്റിംഗ്? ഒരുമിച്ച് കൊണ്ടുപോകുക, അല്ലെ? ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫേർട്ടിനെയും എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുക, അവയുടെ ഏകീകരിക്കുക, സംയോജിപ്പിക്കുക. ഓക്കെ, ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഈ വർക്കേഴ്സ് അവരുടെ എല്ലാ എഫേർട്ടും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നതിലൂടെ എന്താണ്? ഓർഗനൈസേഷന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അത്
എല്ലാ പ്രവർത്തനങ്ങളെയും ഹോസ്പിറ്റൽസിലെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്റ്റാഫ്സിന്റെ വർക്ക് എഫേർട്ടിനെ ആയാലും എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ എന്താണ് ഗുണം? ഇവർ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗോൾസ് എളുപ്പത്തിൽ നേടാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഷാരോൺ, തുഷാര? എന്താണ് റിപ്പോർട്ടിംഗ്? എന്താണ് റിപ്പോർട്ടിംഗ്? Reporting means to the formal system whereby relevant needed information is furnished to management with the help of reporters continuously. Okay. Thus, report is the essence of any management reporting system. Reports provide the means of checking performance. എന്തായിരിക്കും reporting? അതായത് മാനേജ്മെന്റിന് ആവശ്യമായ ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഫോർമൽ സിസ്റ്റം ആണ്. ഓക്കെ, ഇപ്പൊ മാനേജ്മെന്റിന് ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഫോർമൽ സിസ്റ്റത്തെയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഏതൊരു റിപ്പോർട്ട് എന്നത് ഏതൊരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെയും എസെൻസ് ആണെന്നാണ് പറയുന്നത്. The report is the essence of any management reporting system. ക്ലിയർ ആയോ? റിപ്പോർട്ട് പ്രൊവൈഡ്സ് ഇൻ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. ഓക്കെ, അപ്പൊ അവിടുത്തെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു മാർഗം, അതിനുള്ള ഒരു മാർഗം കൂടിയാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അതിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പെർഫോമൻസ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ എസെൻസ് എന്ന് പറയുന്നതാണ് റിപ്പോർട്ട്. ക്ലിയർ ആയോ? എന്താണ് റിപ്പോർട്ട്? മാനേജ്മെന്റിന് ആവശ്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് റിപ്പോർട്ടിംഗ്. ക്ലിയർ ആണോ? റിപ്പോർട്ടിംഗ് എന്താണെന്ന് ക്ലിയർ ആയോ? Then the last one എന്താണ്? ബഡ്ജറ്റിംഗ്. എന്താണ് ബഡ്ജറ്റിംഗ്? ബഡ്ജറ്റിംഗ് എന്തായിരിക്കും? ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ് എന്താണ്? Budgeting is the process of designing a plan. Okay, designing a plan to spend money. This spending plan is called a budget. Okay, making this spending plan allows you to decide in advance whether you will have enough money to do the things you require to do or would like to do. Budgeting is merely balancing expenses with income. ബഡ്ജറ്റിംഗ് എന്താണ്? ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് is the process of designing a plan to spend money. അതായത് പണം ചെലവഴിക്കുന്നതിനുള്ള ഒരു പദ്ധതി രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബഡ്ജറ്റിംഗ് എന്താണ്? the process of designing a plan. ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയുള്ള? to spend money. മണി പൈസ കാശ് ചെലവാക്കുന്നതിനുള്ള ഡിസൈൻ ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബഡ്ജറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ. പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടി? ടു സ്പെൻഡ് മണി. മണി സ്പെൻഡ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യുന്ന പ്ലാൻ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദി സ്പെൻഡിങ് പ്ലാൻ, ഈ പ്ലാനിനെ എന്ത് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു? ബഡ്ജറ്റ്. സ്പെസിഫിക് പ്ലാനിനെ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? ആ പ്രോസസ്സിനെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നു. നമ്മൾ ഡിസൈൻ ചെയ്ത പ്ലാനിനെ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്റ്. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, പിന്നെന്താ പറയുന്നത്? Okay, making this spending plan allows you to decide in advance whether you will have enough money. Okay, ഈ പ്ലാൻ നിങ്ങൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ക്യാഷ് നിങ്ങളുടെ കൈവശമുണ്ടോ? ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ പ്ലാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് കൈവശം ക്യാഷ് ഉണ്ടോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാനായിട്ട് ഈ പ്ലാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് എന്താണ്? മിയർലി മീൻസ് എന്താണ്? ബഡ്ജറ്റ് ഇൻകവും എക്സ്പെൻസും ഈക്വലാക്കുന്നതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ? എക്സ്പെൻസ് വിത്ത് ഇൻകം, ബാലൻസ് ഇൻകത്തെയും എക്സ്പെൻസിനെയും ബാലൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബഡ്ജറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ബഡ്ജറ്റിംഗ് എന്താണെന്ന് ക്ലിയർ ആയോ?
ക്യാഷ് ചെലവാക്കുന്നതിനുള്ള ആ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആ സ്പെസിഫിക് പ്ലാനിനെ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നു. അപ്പൊ ഈ എലമെന്റ്സ് എല്ലാം ക്ലിയർ ആയോ? തുഷാര, എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് കർവ് ക്ലിയർ ആണോ അത്? തുഷാര, ഷാരോൺ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്, സ്കിൽസ് നീഡഡ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നെക്സ്റ്റ് ടോപ്പിക്സ് ആണിത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരിക. നമ്മൾ ഇന്ന് ക്ലാസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, എന്തായിരുന്നു? ഒരു ലാറ്റിൻ വേർഡ് ആണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ലാറ്റിൻ വേർഡ്? അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റർ എന്നായിരുന്നു ലാറ്റിൻ വേർഡ്. ഓക്കെ, ലാറ്റിൻ നിന്ന് ഒറിജിൻ ചെയ്ത ഒരു വേർഡാണ് അഡ്മിനിസ്റ്റർ. ഓക്കെ, എന്തായിരുന്നു? വിച്ച് മീൻസ് എന്തായിരുന്നു? ടു കെയർ ഫോർ. ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ ഡെഫിനിഷൻ ആണ് പഠിച്ചത്? ഹെർബർട്ട് എ സൈമൺ. പിന്നെ ലൂതർ ഗുർലിക്. ഹെർബർട്ട് എ സൈമൺ. ഹെർബർട്ട് എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നാ പറയുന്നത്? ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് കോർപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. കോമൺ ഗോൾസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെന്താണ് ലൂതർ എന്താ പറയുന്നത്? Administration has to do getting things done with the fulfillment of objectives already defined. എന്താണ്? ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് പൂർത്തീകരിക്കുന്നത് ചെയ്യേണ്ടതും ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബിസിനസ് എന്ന നിലയിൽ എന്താണ്? ഹോസ്പിറ്റൽസിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ്. ഓവറോൾ മാനേജ്മെന്റ് ആൻഡ് കോർഡിനേഷൻ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഹോസ്പിറ്റൽസിന്റെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, ഓവറോൾ മാനേജ്മെന്റിനെയും കോർഡിനേഷനെയുമാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനും ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എന്തൊക്കെയായിരുന്നു ഒരു മെയിൻ ആയിട്ട് ഡ്യൂട്ടീസ്? എന്തൊക്കെയായിരുന്നു അവരുടെ? Their duties differ with the size and complexity of the hospital. ഓക്കെ, പിന്നെന്തായിരുന്നു? ഷാരോൺ. They organize hospital activities and prepare its overall policies. They are in charge of hiring doctors and other staffs. ഹയർ ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു? Carrying out employee evaluation and directing staff meetings. മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെന്താണ്? ഇവാലുവേറ്റ്, സ്റ്റാഫിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു? Accountable for the hospital public relations and fundraising programs. പിന്നെന്തായിരുന്നു? ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. They develop programs for teaching and research in hospitals. വേണ്ടി പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ലാർജ് ഹോസ്പിറ്റൽസിന്റെയും സ്മോൾ ഹോസ്പിറ്റൽസിന്റെയും ഡിഫറൻസ് എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? Large hospital. ഷാരോൺ കണ്ടിന്യൂ. ഷാരോൺ, എന്തായിരുന്നു ഡിഫറൻസ്? ലാർജ് ഹോസ്പിറ്റലിന് പല അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട് അല്ലേ? സ്മോൾ ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവേ ഉള്ളൂ. ചിലപ്പോൾ ഹോസ്പിറ്റൽസിന് മൊത്തത്തിലായിട്ട് ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എലമെന്റ്സ് പഠിച്ചു. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ എലമെന്റ്സ് പഠിച്ചു. ഒരു കോഡ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത്? പോസോക്കോ. എത്ര എലമെന്റ്സ് ഉണ്ട് ടോട്ടൽ? 7 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതായിരുന്നു? P എന്തായിരുന്നു? ഏതൊക്കെയാണ് എലമെന്റ്സ്? ഏതൊക്കെയാണ് ആ എലമെന്റ്സ്? ഏതൊക്കെയായിരുന്നു അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ്? ഏതൊക്കെയാണ്? പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. പ്ലാനിംഗ് എന്തായിരുന്നു? തുഷാര, പ്ലാനിംഗ് എന്തായിരുന്നു?
It is the process of thinking about the activities needed to gain a desired goal. എന്താണ് അതിൽ പറയുന്നത്? ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഗോളിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ ഓർഗനൈസിങ് എന്തായിരുന്നു? Organizing consists of coordinating and allocating a firm's resources in order to execute its plan. Plan execute ചെയ്യാൻ വേണ്ടിയിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഓർഗനൈസിങ്. വർക്കിനെ കുറിച്ചൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? സ്റ്റാഫിംഗ് എന്തായിരുന്നു? Process of finding the right worker with appropriate qualifications or experiences. എന്തായിരുന്നു അതില്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ആണ്. എന്തിന്റെ പ്രോസസ് ആണ്? റൈറ്റ് വർക്കേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന. ഓക്കെ, റൈറ്റ് വർക്കേഴ്സിനെ, ക്വാളിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള റൈറ്റ് വർക്കേഴ്സിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഡയറക്റ്റിംഗ് എന്തായിരുന്നു? ഡയറക്റ്റിംഗ് എന്തായിരുന്നു? ഡയറക്റ്റിംഗ് ഈസ് എ പ്രോസസ്. എന്തിനുള്ള പ്രോസസ് ആയിരുന്നു? മാനേജിങ്. ഓക്കെ, മാനേജിങ് പ്രോസസ്. മാനേജിങ് പ്രോസസ്സിന് വേണ്ടി. പറഞ്ഞോളൂ, ഷാരോൺ കണ്ടിന്യൂ ചെയ്തോളൂ. മാനേജിങ് പ്രോസസ്സിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഡയറക്റ്റിംഗ്. ഓക്കെ, അത് എന്താണ് ചെയ്യുന്നത്? വർക്കേഴ്സിന്റെ ഓവറോൾ പെർഫോമൻസിനെ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെച്ച ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്കെ. പിന്നെ എന്താണ് കോർഡിനേറ്റിംഗ്? എന്താണ്? സ്റ്റാഫിന്റെ പെർഫോമൻസ് ആയാലും എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുക, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പൊ ഈ കോർഡിനേഷനിലൂടെ എന്താണ് ബെനിഫിറ്റ്? എന്താണ്? കോമൺ ഗോൾ ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലേ? ആ ഹോസ്പിറ്റൽസ്, ആ ഓർഗനൈസേഷനുള്ള കോമൺ ആയിട്ടുള്ള ഗോൾ ഈസിലി അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. ദെൻ റിപ്പോർട്ടിംഗ് എന്താണ്? റിപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ മാനേജ്മെന്റിന് പാസ് ചെയ്യുന്നു. ഓക്കെ, മാനേജ്മെന്റിന് ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർമൽ സിസ്റ്റത്തെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ എസെൻസ് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടാണ്. ഓക്കെ. പിന്നെന്താണ്? ആ പെർഫോമൻസ് അവിടുത്തെ വർക്കേഴ്സിന്റെ ആയാലും ഹോസ്പിറ്റൽ ഓർഗനൈസേഷന്റെ ആയാലും പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്തെന്ന് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ദെൻ ബഡ്ജറ്റിംഗ് എന്തായിരുന്നു? ബഡ്ജറ്റിംഗ് എന്തായിരുന്നു? അഗൈൻ ബഡ്ജറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എന്താണ്? To spend money. മണി സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആ സ്പെസിഫിക് പ്ലാനിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഒക്കെ ആൻഡ് സ്കിൽസ് നീഡഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ 3 ടോപ്പിക് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ അയച്ച് MCQ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ തുഷാര? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്തോട്ടെ അപ്പോ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. ബൈ.